8ാം ക്ലാസ്സിലെ പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി ഹിന്ദി വിത്ത് കൃഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഹാച്ചി ക കഹാനിയുമായി ബന്ധപ്പെട്ട ടെസ്റ്റിലെ ചോദ്യോത്തരങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പില്ലേ കോ ഭാഗ്യ ക മാര ക്യോം കഹാ ഗയാ ഹെ? പില്ലേ നിർഭാഗ്യവാൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഉത്തരം: പില്ലേ കോ ഭാഗ്യ ക മാര ഇസ്ലിയെ കഹാ ഗയാ ക്യോംകി വഹ് അകേല, അവൻ ഒറ്റയ്ക്കാണ്. ബേസഹാര, നിസ്സഹായനാണ്. ഔർ ഉസേ മദദ് കി സഖ്ത് സരൂരത്ത് ഹേ, അവന് സഹായത്തിൻ്റെ വളരെ അത്യാവശ്യമുണ്ടായിരുന്നു. ഏക് ശബ്ദ് ഉസ്കി ദയനീയ സ്ഥിതി കോ ദർശാത്തി, ഈ ശബ്ദം എന്ന് പറയുന്നത് ഭാഗ്യക്കമാര എന്ന് പറയുന്ന ശബ്ദം അവൻ്റെ ദയനീയമായ അവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: പ്രൊഫസർ കെ പരിജന് ഹാച്ചിക്കോ ജബരൻ ഗർ ലേഗെ, നിർബന്ധപൂർവ്വം വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അതിന് ഉത്തരം: പ്രൊഫസർ കെ പരിജന് ഹാത്തിക്കോ ജബർദസ്തി, നിർബന്ധപൂർവ്വം ഗർ വീട്ടിലേക്ക് ഇസലിയെ ലേഗയി, ഇതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടുപോയത്. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ വേ ഉസേ പാൽന ചാഹത്തെ ഥേ, അവരതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നു. അവർ ഉസ്സേ ഭാവനാത്മക രൂപസേ ജുഡ് ഗേ ഹേ, അവരുമായി വൈകാരികമായ അടുപ്പവും പുലർത്തുന്നുണ്ട്. ഉസേ അപ്പനെ പരിവാർ കാ ഹിസ്സ ബെന്ന ചാഹത്തെ ഹൈ, അവരുടെ കുടുംബാംഗമാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അടുത്ത ചോദ്യം: സർദി ഗർമി ബർസാത്ത് ബർഫ് ഹാച്ചിക്കോ ഇൻ സബ്സെ കൊയ് ബർക്ക് നഹീം പട, ഈ കാലാവസ്ഥകളൊന്നും സർദി ഗർമി തണുപ്പ് ചൂട് ബർസാത്ത് മഴ മഞ്ഞ് ഹാച്ചിയെ ഒരു തരത്തിലും ബാധിച്ചില്ല. ഇസ്സെ ക്യാ താൽപ്പര്യം, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നതെന്നാണ്. ഹാച്ചിയക്ക് ബഫാദാർ കുത്താത, ഒരു വിശ്വസ്തനായ പട്ടിയായിരുന്നു. ജോ അപ്പനെ മാലിക് കേലിയ ഹമേശ ഇന്ദസാർഥ, എപ്പോഴും ആരെ പ്രതീക്ഷിച്ചു? മാലിക്കിനെ. വഹു മൗസം കി പർവാഹ് കിയേ ബിന, അവൻ കാലാവസ്ഥകളൊന്നും ശ്രദ്ധിക്കാതെ ഹർ ദിൻ അപ്പനെ മാലിക് കോ സ്റ്റേഷൻ പർ, മാലിക്കിനെ സ്റ്റേഷനിൽ ഇന്ദസാർ കത്താത പ്രതീക്ഷിച്ചിരുന്നു. ഉസ് പർ മൗസം കാ കൊയ് പ്രഭാവ് നഹിം പട്ട, അവനിൽ മൗസമിന് യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞില്ല. ചാകെ സർദി ഹോ, സർദിയാകട്ടെ തണുപ്പാകട്ടെ, ഗർമിയാകട്ടെ, ബർസാത്ത് ഹോ മഴയാകട്ടെ, യാ ബർഫു ഹോ മഞ്ഞാകട്ടെ, ഹാച്ചി ഹമേശ ഏക് ജൈസാ രഹതാ ഥാ, ഹാച്ചി എല്ലായ്പ്പോഴും ഒരേപോലെയായിരുന്നു കരുതിയിരുന്നത് എന്നാണ് ഉത്തരം. അടുത്ത നാലാമത്തെ ചോദ്യം ഇതാണ്: മരേ ഹുയെ ഹാത്തിക്ക് ഖുലി ആങ്കോം കോ ജൈസെ അബുഫി ഇന്ദസാർധ, ആ മരിച്ചുപോയ ഹാച്ചിയുടെ തുറന്ന കണ്ണുകൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് പോലെ തോന്നിയിരുന്നു. ഇതിനെക്കുറിച്ച് വിചാർക്കരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ആൻസർ: ഹാത്തിക്ക് ഖുലി ആങ്കയും, കണ്ണുകളും, ഔർ ഉസ്കി പ്രതിമ, അതിൻ്റെ പ്രതിമകളും, ഉസ്കി അഠൂട്ട് വഫാദാരി, ആ അക്ഷീണമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വഫാദാരി, ആ വഫാദാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ വിശ്വസ്തത, അടൂട്ടമായ വിശ്വസ്തതയുടെയും ഔർ സമർപ്പൺ കി ശക്തിശാലി സമർപ്പണത്തിൻ്റെ ശക്തിശാലിയായ പ്രതീകമാണ്. വഹ് കഹാനി ഹമീം വഫാദാരിക്ക് മഹത്വക്ക് യാദ് ദിലാത്തി ഹെ, വിശ്വസ്തതയുടെ മഹത്വത്തെയാണ് ഈ കഹാനി നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഹമീം ദൂസരോം കെ പ്രതി, നമ്മൾ മറ്റുള്ളവരോട് അധിക സമർപ്പിത് രഹിനെ കെ ലിയെ പ്രേരിത കർത്തി ഹെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമർപ്പണം ചെയ്യണമെന്നുള്ള ഒരു പ്രേരണയാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. അടുത്തത് ആകെ എന്നുള്ളതാണ്, പഠന പ്രവർത്തനങ്ങളാണ്. ഘടനാവും കോ ക്രമാനുസാർ ചിത്രക്കോ നമ്പർ ദേ, ക്രമാനുസാരമായിട്ട് ചിത്രത്തിന് നമ്പർ കൊടുക്കുക. അവർ പ്രസംഗാനുകൂല വാക്യ ചുൻകറിയെ, സന്ദർഭോചിതമായ സെൻറ്റൻസ് എടുത്ത് എഴുതാനായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കഥ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് താഴെ ഹാത്തി പ്രൊഫസർ കെ പരിവാർ കാ ഏക് സദസ്യ ബൻ ജാത്താ ഹേ എന്ന് പറയുന്ന സെൻറ്റൻസ് ആ മൂന്നാമത്തെ കോളത്തിലേക്കാണ് നമ്മൾ പറയേണ്ടത്. അടുത്തത് ഹാച്ചിക്കോ പ്രൊഫസർ ഉഡാലേത്ത, അതിനെ നമുക്ക് നാലാമത്തെ ആ ബോക്സിലേക്ക് നിറയ്ക്കാം. ഹാത്തി കി സ്മൃതി മേ സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത് കി ഗയി എന്നുള്ളത് നമുക്ക് ഒന്നാമത്തെ ചിത്രത്തിൽ ചേർത്തെഴുതാം. ഹാച്ചി കई दिनों से സ്റ്റേഷൻ കെ ബാഹർ പ്രൊഫസർ ക ഇന്ദസാർ മേം ലേട്ടാ ഹുവാ ഥാ എന്നുള്ളത് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് മാറ്റാം. ബക്സേ മേം ബന്ദ് ചോടാ ഹുവാ പില്ല ഹാച്ചി, അത് ഏറ്റവും അവസാനം ആറാമത്തെ ചിത്രത്തിലേക്ക് മാറ്റാം. പ്രൊഫസർ ഔർ ഹാച്ചി കെ ബീച്ച് റിശ്ത ലോഗ് ആശ്ചര്യ സെ രേഖ്തേ ഹെ, അത് അഞ്ചാമത്തെ. അത് ഉത്തരം വീഡിയോയിൽ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്, കുട്ടികൾ ശ്രദ്ധിച്ചോളുക. അത് പഠേം ഔർ പ്രശ്ന ബനായേം,
വായിച്ച് ചോദ്യങ്ങൾ എഴുതാനുള്ളതാണ്. അത് നിങ്ങൾ തന്നെ തയ്യാറാക്കണം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പം ചോദ്യങ്ങൾ അതിൽ നിന്ന് മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കുക. കാര്യം പരീക്ഷയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് തയ്യാറാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തായിട്ട് പറയുന്നത് നമൂനയ്ക്ക് അനുസാർ ഖാലി ഗോളെ ഭരെ, ആ ഒഴിഞ്ഞ ഗോളുകൾ എന്ത് ചെയ്ത് വൃത്തങ്ങൾ പൂരിപ്പിച്ചെഴുതാനാണ്. എങ്ങനെയാണിത് ചെയ്യുന്നത്? സർവനാമമായിട്ടുള്ള വഹ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം വിഭക്തി പ്രത്യയങ്ങൾ 4 ചുറ്റിലും ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഗോളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്, മാതൃക കൊടുത്തിട്ടുണ്ട്. വഹിൻ്റെ കൂടെ മേം ചേരുമ്പോൾ ഉസ്മേം എന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ വഹദ്യം കായ് എന്ന് പറയുന്ന ഉസ്കായാണ്, വഹദ്യം നേ എന്ന് പറയുന്ന ഉസ്നയാണ്, വഹദ്യം കെ എന്ന് പറയുന്ന ഉസ്കയാണ്, വഹദ്യം പർ ഉസ്പർ, വഹദ്യം കോ ഉസ്കോ, വഹദ്യം മേം ഉസ്മേം, വഹദ്യം കി ഉസ്കി. അപ്പോൾ അതും നമുക്ക് കണ്ടെത്താവുന്ന ഉത്തരമാണ്. അടുത്തത് നമൂനയ്ക്ക് അനുസാർ കഹാനിക്ക് ശബ്ദയുഗ്മവും കോ ചുൻകർ ലിഖെ, ശബ്ദയുഗ്മങ്ങൾ ചേർത്ത് എഴുതാനായിട്ടുള്ളതാണ്. കഹാനിയിൽ നിന്ന് എഴുതാനുള്ളതാണ്. ഒരു ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്. സംഘ് സാത്ത് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എഴുതാം ദിൻ ഭർ, അതുപോലെ തന്നെ ബൈഠേ ബൈഠേ, അതുപോലെ തന്നെ ഖേൽത്തെ ടകൽത്തെ, ആസ് പാസ് എന്നൊക്കെ അതിന് ഉത്തരമായി കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അടുത്തത് രേഖാങ്കിത ശബ്ദയ്ക്ക് വിശേഷത പകച്ചാനയും, രേഖാങ്കിതം ചെയ്തിരിക്കുന്ന ശബ്ദം ഷാൻദാർ പില്ല എന്നാണ്. പില്ല എന്ന് പറയുന്ന നാമശബ്ദമാണ്. നാമശബ്ദത്തെ വിശേഷിപ്പിച്ചത് ഷാൻദാർ എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ്. അതുകൊണ്ട് വിശേഷ ശബ്ദം ഷാൻദാർ ആണ്. ഷാൻദാർ എന്ന് പറയുന്ന വിശേഷ ശബ്ദമാണ്. അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നിമ്നലിഖിത പ്രത്യേക ശബ്ദ കാ പ്രयोग കിൻ കിൻ ശബ്ദവും की വിശേഷത സൂചിത करने के लिए किया गया है. താഴെ കൊടുത്തിരിക്കുന്ന ആ ശബ്ദങ്ങൾ ഏതിനെയൊക്കെയാണ് അതിൻ്റെ വിശേഷതകൾ സൂചിപ്പിക്കുന്നതെന്നാണ് കഹാനിയിൽ നിന്നും കണ്ടെത്തി എഴുതാനായിട്ടാണ്. നമ്മൾ കഹാനിയിൽ പറയുന്നുണ്ട് മസ്ബൂർ എന്ന് പറയുന്നത് പില്ലായാണ്. മസ്ബൂർ പില്ല. അത് ബഹുത്ത് എന്ന് പറയുന്നത് ഭാഗ്യശാലിയാണ്. ബഹുത്ത് ഭാഗ്യശാലി. रोस എന്ന് പറയുന്നത് മാലിക്കാണ്. रोस മാലിക്ക്. ഖുലി എന്ന് പറയുന്നത് ആങ്കുമായിട്ടാണ്. ഖുലി ആങ്ക്. ഗഹരി എന്ന് പറയുന്നത് ദോസ്തിയുമായിട്ടാണ്. ഗഹരി ദോസ്തി. അടുത്ത മൂഗ് ജാൻവർ എന്നതായിട്ടാണ്. और वाक्यपड़യും അടുത്ത എക്സർസൈസാണ്. വാക്യപ്പടയും വാക്യಕ್ಕೆ അന്യ ശബ്ദവും के साथ രേഖാങ്കിത ശബ്ദത്തെ സംബന്ധിക്കാകെ, രേഖാങ്കിതമായ ശബ്ദം. ഇത് മാലിക്ക് മാനിനെ ലഗ എന്ന ലഗ് എന്ന് പറയുന്ന ഒരു ആരംഭബോധക സഹായക്രിയയാണ്. അപ്പോൾ സഹായക്രിയയുടെ പ്രയോഗമാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സഹായക്രിയയെക്കുറിച്ച്, ലഗിൻ്റെ സഹായക്രിയ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് എഴുതാം. ലഘുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സബ്ജക്റ്റിനനുസരണമായിട്ട് ലഘു മാറും. എന്നാൽ പ്രധാന ക്രിയയുടെ കൂടെ നേ നിർബന്ധമാണ്. സബ്ജക്റ്റ് ആരായാലും പ്രധാന ക്രിയയുടെ കൂടെ നേ നിർബന്ധമാണ്. അപ്പം മാനിനെ ഗിർനെ എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ദേക്കിനെ എന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ലഘു ജോഡുക്കർ വാക്യ ലിഖയം എന്നുള്ളത് ലഡ്ക, ദേക്കിനെ ലഡ്ക, ദേക്കിനെ ലഡ്കായാണ്. അപ്പോൾ ഏകവചനമായതുകൊണ്ട് ലഗ എന്ന് ചേർക്കണം. ലഡ്കി ദേക്കിനെ, ലഡ്കി ആയതുകൊണ്ട് ലഗി എന്ന് ചേർക്കണം. ലഡ്കെ ആയതുകൊണ്ട് ദേക്കിനെ ലഗെ എന്ന് ചേർക്കണം. ലഡ്കിയാം ആയതുകൊണ്ട് ദേക്കിനെ ലഗീം എന്നും ചേർക്കണം. അടുത്തതെന്ന് പറയുന്നത് പടയും ഔർ ലിഖയും എന്താണ്? പ്രൊഫസർ യുനോക്കോ ഇന്ദസാർമേം ബൈട്ടെ ബൈട്ടെ ഹാച്ചി ദം തോടുദിയ. അങ്ങനെ 1935 ഹാച്ചി എന്ത് ചെയ്ത് മരിച്ചുപോയി. ഇസ് पर समाचार तैयार കരയുമെന്നാണ് പറയുന്നത്. അപ്പോൾ വർത്തമാന പത്രത്തിൽ റബട്ട് തയ്യാറാക്കാനാണ്. സമാചാർ തയ്യാർ കരയും അല്ലെങ്കിൽ റബട്ട് തയ്യാർ കരയും എന്നാണ്. റബട്ട് എഴുതുമ്പോൾ നീറ്റ്നസ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് അതിന് ശീർഷക് തലക്കെട്ടുണ്ടായിരിക്കണം. ഒപ്പം തന്നെ സ്ഥലപ്പേരുണ്ടായിരിക്കണം. അപ്പം ഇതിനൊരു തലക്കെട്ട് നമുക്ക് കൊടുക്കാം. ബഫാദാരി കുത്ത ഹാച്ചി ദം തോടുദിയ എന്ന് ഒരു തലക്കെട്ട് കൊടുത്തതിന് ശേഷം ഈ സംഭവം നടന്നത് ടോക്കിയോ ജപ്പാനിലായതുകൊണ്ടാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊരു ചെറു വിവരണം താഴേക്ക് തയ്യാറാക്കാം. ബഫാദാരിക്ക് മിസാൽ ഉദാഹരണമായിട്ടുള്ള ഹാച്ചി നാമക്കേക്ക് അഗിത കുത്ത, ഒരു അഗിത ഇനത്തിൽപ്പെട്ട കുത്ത അപ്പനെ മാലിക് പ്രൊഫസർ യുനോക്കോ ഇന്ദസാർമേൻ, തൻ്റെ മാലിക്കായ ഉടമസ്ഥനായിട്ടുള്ള പ്രൊഫസർ യുനോയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉസി ജഹവു പർ ബൈഠ ഹുവ, ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് 1935 മർഗയ മരിച്ചു. ജഹാം വഹ് സാലോംസെ നൂറ്റാണ്ടുകളായിട്ട് വർഷങ്ങളായിട്ട് ഉൻക ഇന്ദസാർ കർത്തത, അവനെ വർഷങ്ങളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഏത് സ്ഥലമാണോ അവിടെ എന്ത് ചെയ്ത് ഇരുന്ന് ആ അകിത ഇനത്തിൽപ്പെട്ട പട്ടി മരിച്ചു. ഹാച്ചിക്ക് മൗത്ത്, ആ ഹാച്ചിയുടെ മരണം മേ പൂരെ ജാപ്പാൻ മേം
ജാപ്പാൻ മുഴുവൻ ഷോഗ് കാ ലഹർ ഫൈൽ ഹി ഹെ ശോകമുഖമാക്കിയിരിക്കുകയാണ്. എന്നിട്ട് പിന്നീട് അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഉസ്കി വഫാദാരി കി കഹാനി, ആ വിശ്വസ്തതയുടെ സത്യസന്ധതയുടെ ആ വിശ്വസ്തതയുടെ കഥ ഹമേശ ഹമേം പ്രേരിത് കർത്തി രഹേഗി, എപ്പോഴും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലുള്ള കഥകൾ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ വീഡിയോ ഇതുവരെയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ എത്തുന്നത് വരെ നന്ദി.